രാഹുൽ മാങ്കൂട്ടത്തിലിന് രക്ഷയായത് പുതിയ നേതൃത്വത്തിന്റെ പിന്തുണ. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാർ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചു. രാജിവെക്കേണ്ട എന്ന നിലപാടെടുത്തവരിൽ UDF കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടുന്നു. ഷാഫി പറമ്പിലും PC വിശ്വനാഥും KP അനിൽകുമാറും രാഹുലിനെ പിന്തുണച്ചു. ആർ റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, രാഹുൽ ബ്രിഗേഡായി രാജിവെപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അണിനിരന്നത് ഇപ്പോൾ മുഖം മാറിയാൽ പാർട്ടിയും സംവിധാനവും ആകെ മാറുമെന്ന് പറഞ്ഞ് ഭരണം ഏൽപ്പിച്ച ആളുകൾ തന്നെയാണ്, ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് എന്ന് വ്യക്തമാവുകയല്ലേ? സുജയ പാർവതി, കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗം നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ചതാണ്. പരസ്യമായി തന്നെ വനിതാ നേതാക്കളൊക്കെ രംഗത്തെത്തി രാഹുൽ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം, അതിൽ പ്രധാനപ്പെട്ടത് UDF കൺവീനർ അടൂർ പ്രകാശ് ആകട്ടെ, PC വിശ്വനാഥ് ആകട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, ആ നേതാക്കളൊക്കെ മാങ്കൂട്ടത്തിൽ തുടരട്ടെ, MLA പദം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ മാങ്കൂട്ടത്തിൽ എതിരെ നിലപാടെടുത്ത നേതാക്കളെയൊക്കെ ടെലിഫോണിൽ വിളിച്ചിരുന്നു. വൈകാരികമായി അവരോട് സംസാരിക്കുകയും ചെയ്തു. ഈ മണ്ഡലത്തിൽ നിന്നും രാജിവെക്കാനുള്ള MLA പദം രാജിവെക്കാനുള്ള താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പോലും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ പദവിയിൽ തുടരില്ല എന്നായിരുന്നു മറുപടി. പക്ഷേ അതിനപ്പുറത്തേക്ക് മാങ്കൂട്ടത്തിന് ഈ പുതിയ നേതൃത്വം തീർത്ത ഒരു രക്ഷാ കവചമുണ്ട്. ആ കവചമാണ് മാങ്കൂട്ടത്തിന് തുണയായത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നില്ല. കാരണം പ്രധാനപ്പെട്ട പലരും നിയമോപദേശം നൽകിയത് ഒരിക്കലും ഇപ്പോൾ രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നാണ്. കാരണം 8 മാസത്തിനപ്പുറത്ത് അവിടെ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് താല്പര്യമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാഭാവികമായും പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തരും. ആ ഘട്ടത്തിൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് തൽക്കാലത്തേക്ക് വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കും. അവർ പരസ്യമായി തന്നെ BJP ഒക്കെ ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതൊക്കെ അറിയാമായിട്ടും എന്നിട്ടും പാർട്ടി മറ്റു നേതാക്കളെ ഇവർ ധരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഉറപ്പായും വരും, BJP ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ UDFന് തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ്. ഏതായാലും UDF നേതൃത്വത്തിന് ഒട്ടും ആത്മവിശ്വാസമില്ല. പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MLA പദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത്. പക്ഷേ ഏതായാലും പാർട്ടി നേതൃത്വത്തിൽ വലിയ അമർഷം പുകയുന്നുണ്ട് ഈ കാര്യത്തിൽ. അത് വരും ദിവസങ്ങളിൽ പൊട്ടിത്തെറിയായി മാറുമോ എന്നത് നമ്മൾ കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. സുജയ. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പുതിയ നേതൃത്വമാണ് രാഹുലിന്റെ രാജി വേണ്ട എന്ന തീരുമാനം എടുത്തത്. അതിലേക്ക് ബാക്കിയുള്ളവരും എത്തിച്ചേരുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.